മഴത്തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളി അമ്മാനം മാനത്തെ കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ അമ്മേ ഇന്ദു അവനൊരു ഹിന്ദു അമ്മയോട് ഇന്ദു ജീവിതത്തിൽ ഒരമ്മയും അനുഭവിക്കാത്ത തീവ്ര ദുഃഖങ്ങളുടെ നെരിപ്പോടിൽ വെന്തുരുകുകയാണ് ശ്രീദേവിയമ്മ. സമനില തെറ്റിയ ഇന്ദുവിൻ്റെ മനസ്സിന് അമ്മുക്കുട്ടിയേക്കാൾ പ്രായം കുറഞ്ഞ അവസ്ഥ. ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുന്ന നിങ്ങളോട് എല്ലാം പറഞ്ഞുകൊണ്ട് കഥയുടെ രസച്ചരട് മുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാണാം. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. ഇത് കണ്ട എങ്ങനെയുണ്ട് ചേച്ചി എന്റെ കോപേട്ടൻ? ഇന്ദുവിന് നല്ല മാച്ചാ. ഇതില് കാണും പോലെയൊന്നും അല്ല, വളരെ സ്മാർട്ട് ആള്. പക്ഷെ ഒരൊറ്റ കുഴപ്പേ ഉള്ളൂ. അതെന്താ? എപ്പോഴും ഞാൻ അടുത്തുണ്ടാവണം. എപ്പോഴും എനിക്ക് എങ്ങനെ അടുത്തിരിക്കാൻ പറ്റുമോ? 100 കൂട്ടം ജോലിയില്ലേ. കാലത്ത് കുളിക്കാൻ ഗോപേട്ടന് ചുടുവെള്ളം ഉണ്ടാക്കണം, കാപ്പിയും പലഹാരം ഉണ്ടാക്കണം, ഗോപേട്ടന്റെ ഡ്രസ് അയൺ ചെയ്യണം. ഒന്നും പറയണ്ട. അതിനിടയ്ക്ക് തൊട്ടേനും പിടിച്ചേനും ഒക്കെ ഇങ്ങനെ വിളിച്ചോണ്ടേയിരിക്കും ഇന്ദു ഇന്ദു ഇന്ദുന്ന്. സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യില്ല. എല്ലാത്തിനും ഞാൻ വേണം പിന്നാലെ. ഓ തുടങ്ങിയ അവന്റെ പടവും നോക്കിയിരുന്ന ഒരു വിസ്തരിപ്പ്. വഴി കൂടെ പോണവരെയും വരുന്നവരെയും എല്ലാം കാണിക്കണം. ഇത് തന്നെ അവളുടെ ജോലി. എപ്പ നോക്കിയാലും ഒരു ഗോവേട്ടൻ. നിന്നെ വിട്ടിട്ട് പോയില്ലേ വയറ്റിലൊരെണ്ണത്തിന് തന്നിട്ട്? അമ്മായി വേണ്ട അമ്മായി. നിനക്ക് അറിഞ്ഞൂടെ മോളെ എന്റെ വിഷമം? അത് വല്ലതും അറിയാമോ ഇവക്ക്?
എപ്പ നോക്കിയാലും ഒരു ഗോപേട്ടൻ. എനിക്ക് കേക്കണ്ട ആ പേര്. മനസാക്ഷി ഇല്ലാത്തവൻ. ഇനി ആ പേരെങ്ങാനും പറഞ്ഞാൽ അപ്പ അറിയാം എന്റെ സ്വഭാവം. നിനക്ക് വട്ടാന്ന് വെച്ച് ബാക്കിയുള്ളവരും കൂടെ വട്ടാക്കണം. അമ്മായി, എന്താ അമ്മായി ഇത്? കടന്ന് പോടി അപ്പുറത്ത് എന്റെ മുമ്പിന്ന്. നിന്നെ എനിക്ക് കാണണ്ട. അവളുടെ ഒരു കരച്ചില്. ഗോപേട്ടൻ വരട്ടെ, ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും. അന്ന് അച്ഛൻ അറ്റാക്ക് വന്നപ്പോഴേ ഞാൻ അനുഭവിച്ച ടെൻഷൻ എന്താന്ന് എനിക്കും ദൈവത്തിനെ അറിയൂ. എന്നിട്ടിപ്പോ ഒരു വർത്തമാനം പറയുന്ന കേട്ടില്ലേ? മോളെ, ആയുസിന്റെ കാലാവധി കണക്കാക്കുന്നത് ഈ ഡോക്ടർമാരൊന്നും അല്ല. ഒരു മാസ്റ്റർ ഹെഡ് ഉണ്ട് അങ്ങ് മോളില്. അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും ആർക്കൊക്കെ എന്തൊക്കെ എപ്പോഴാ എങ്ങനെയെന്നൊക്കെ. അതിന് നമ്മൾ കിടന്ന് പരിഭ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. എന്താ മോളെ? മോളെ, നീ ആരെയാ നോക്കണേ? അച്ഛൻ അവിടെ ഇരിക്കെ, ഞാൻ വന്നിട്ട് പറയാം. മിസ്റ്റർ ഗോപൻ, അതെ. ഡോക്ടർ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവിചാരിതമായിട്ട് ഒരാളെ കണ്ടു ഞങ്ങള്. ആരെ? ഗോപനെ. എന്നിട്ട് ഇന്ദുവിനോട് ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിൽ മറ്റൊരു സ്ത്രീ കൂടി ഉണ്ടെന്നുള്ള സത്യം ഞാൻ മറച്ചു വെച്ചു. അത് പറഞ്ഞ ഇന്ദുവിനെ എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള പേടി. മുറച്ചെറുക്കനെന്ന് മുദ്രകുത്തി അമ്മാവൻ്റെ മകളെ അന്നെന്നെ തലയിൽ കെട്ടിവെച്ചപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല അതെനിക്കൊരു ഭാരമായിരിക്കുന്നു. അവൾ എൻ്റെ ഭാര്യയാണെന്ന് പറയാൻ പോലും എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അഹങ്കാരവും ധിക്കാരവും നിഷേധമൊക്കെ കൂട്ടിക്കൊഴിച്ച ഒരു ഭീകര സ്വത്തും അവളായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപം. ഒരിക്കലും പൊരുത്തപ്പെടാനാവാത്ത വിധം ഞങ്ങൾ അകന്നു, ഒരുപാട് അകലത്തിൽ. ആ ഇടയ്ക്ക ഇന്ദു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ മറ്റെല്ലാം ഞാൻ മറന്നു. പക്ഷേ ഇന്ദുവിൻ്റെ ആ കണ്ണീര്, അവളുടെ ശാപം, അതെല്ലാം നിഴല് പോലെ ഇന്നും എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. ഞാനിന്ന് മരണവും കാത്തു കഴിയുന്നൊരു ജീവച്ചവ. ഒരാഗ്രഹം കൂടി എനിക്കുണ്ട്. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഇന്ദുവിനെയും മകളെയും എനിക്കൊന്ന് കാണണമെന്നുണ്ട്. അമ്മായി, അമ്മായി, ഞാനിനി അയാളെ പറയാനൊന്നും ബാക്കിയില്ല. അത്രയ്ക്ക് ശകാരിക്കേണ്ടി വന്നു എനിക്ക്. ഒടുവിൽ അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടപ്പോ സഹതാപവും തോന്നി. ഒരു പക്ഷേ ദൈവം കൊടുത്ത ശിക്ഷയായിരിക്കും അത്. അല്ലെങ്കിൽ പറയണമായിരുന്നോ അയാൾ മരണവും കാത്ത് കഴിയുകയാണെന്ന്? മരണവും കാത്ത് കഴിയുന്നവനെ ഈ അവസാന നിമിഷത്തിൽ എന്റെ മോക്കെന്തിനാ?
എന്റെ മോളുടെ ജീവിതം തകർത്തില്ലേ അവൻ? വേണ്ട, അവനിവിടെ വരികയും വേണ്ട, എന്റെ മോളെ കാണുകയും വേണ്ട. അജ്ഞാത രോഗത്തിന് അടിമപ്പെട്ട ഗോപന് ഇന്ദുവിന്റെയും അമ്മുക്കുട്ടിയുടെയും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുമോ? ഇന്ദുവിന് സമനില വീണ്ടു കിട്ടുമോ? ശ്രീദേവി അമ്മയുടെ ദുരിതങ്ങൾക്ക് ഒരാശ്വാസം കണ്ടെത്താനാവുമോ? ഞാൻ എന്ത് വിട്ടിയല്ലേ? ചോദ്യങ്ങളല്ലല്ലോ നിങ്ങൾക്ക് വേണ്ടത്, ഇതിനുള്ള ഉത്തരങ്ങളല്ലേ? ഉത്തരം തേടി ഞാനും വരാം നിങ്ങളോടൊപ്പം. അറിയണ്ടേ പിന്നെ എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്ന്? കൈക്കേ ഇത്രയും നീളം വേണ്ട. അയ്യോ, എന്താ ചേച്ചി ഇത്? ഒന്ന് പോ വേണേ അവിടുന്ന്. എന്നോട് വേഗം കട്ടിങ് പഠിച്ചോളാൻ പറഞ്ഞിരിക്കാ ഗോപേട്ടൻ. ഉഷയുടെ ഓട്ടോമാറ്റിക് തയ്യൽ മെഷീൻ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഗോപേട്ടൻ ഓണത്തിന് ബോണസ് കിട്ടുമ്പോ. ബോണസ് നടന്നോ? വല്ലാത്തൊരു ഗതികേട് തന്നെ ഇത്. എന്ത് പണിയാ ഇത്? ഉത്സവത്തിന് എണ്ണ ഒന്ന് ചെടുത്തു വെച്ചിരുന്ന അത് നശിപ്പിച്ചു കുരുത്തം കെട്ടോളൂ. എന്താ ഒരു ബഹളം? ഇത് കണ്ട ഈ ഭ്രാന്തി കാണിച്ചു വെച്ചിരിക്കുന്നേ? എന്താ മോളെ ഇത്? നിന്റെ ചേച്ചിയല്ലേ അവള്? ശരിയാണോ സംസാരിക്കുന്നത്? വട്ട ഇതിന് വല്ലാത്ത ഒരു അംഗം തന്നെയായത്. സ്വൈരെന്ന് പറഞ്ഞാൽ തരില്ല രണ്ടെണ്ണം. വല്ലാത്ത ഒരു തലയെഴുത്ത് തന്നെ ഇത്. അമ്മ ഇത് നോക്കേ, എന്റെ ബ്ലൗസ് കാണിച്ചു വെച്ചിരിക്കുന്ന കണ്ടോ? എന്താ മോളെ ഇത്? നീ ഇങ്ങനെ എല്ലാം നശിപ്പിക്കാൻ തുടങ്ങിയ എങ്ങനെ? വല്ലാത്ത കഷ്ടം തന്നെയാ ഇത്. അത് ശരി. അപ്പോ അമ്മയോ ഇവളുടെ സൈഡാ? ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ പഠിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല അല്ലേ? നല്ലൊരു ടൈലർ ആയാലേ അതിന്റെ ഗുണം ഈ കുടുംബത്തിനാ. നിങ്ങൾക്കാർക്കും ഇഷ്ടമല്ലേ പിന്നെ ഞാൻ എന്തിനാ ഇതിനൊക്കെ മെനക്കെടുന്നേ? കൊറേ ആവും. ഒരു ടൈലർ സകലത് നശിപ്പിക്കാനുണ്ടായ ഒരു ജാതി. ഇതിനെ വല്ല കുതിരവട്ടത്തോ ഊളം പറയലോ കൊണ്ട് വിടുന്ന നല്ലത്. മോളെ കണ്ടോ അമ്മ, ഇവക്ക് എന്നോടുള്ള അസൂയ. ഞാൻ എന്ത് നല്ല കാര്യം ചെയ്താലും ഇവക്കത് പിടിക്കില്ല. അമ്മ ഈ കിടന്ന് പാടുപെടുന്നത് കണ്ടിട്ടാ തയ്യൽ പഠിക്കാന്ന് ഞാൻ വിചാരിച്ചത്. ഉത്സവത്തിന് പോകുമ്പോ ഇടാന്ന് വെച്ചിരുന്ന ഈ കളർ അത്രക്ക് ഇഷ്ടപ്പെട്ടിട്ടാ ഞാനിന്ന് സെലക്ട് ചെയ്തത്. എനിക്ക് ഇപ്പൊ തന്നെ വാങ്ങിച്ചു തരണം ഇതേ കളർ ഒരു തുണി. മോളെ, മൂക്കുള്ളതില് നല്ലത് നോക്കി തൽക്കാലം ഇട്. ഇപ്പൊ ഇതൊക്കെ വാങ്ങിക്കാൻ നിന്നാ നമുക്ക് കാശ് വേണ്ടേ? കടങ്ങളൊക്കെ വീട്ടണ്ടേ മോളെ? അതൊന്നും എനിക്കറിയണ്ട. കടം വീട്ടിയാലും ഇല്ലെങ്കിലും എനിക്കിന്ന് ഇതേ കളർ ബ്ലൗസിന്റെ തുണി കിട്ടിയേ പറ്റൂ. എന്നാ എനിക്കും വേണോ ഒന്ന് രണ്ട് ചുരിദാർ. എന്താ ഇവക്ക് മാത്രം ഒരു പക്ഷഭേദം? ചുരിദാറിട്ട് നടക്കേണ്ട ഒരു കോല. ഇതിന് വട്ടം, മുഴുത്ത വട്ട്. ആദ്യം എന്റെ കാര്യം കഴിയട്ടെ. ഇവക്ക് വാങ്ങിക്കാന്ന് വെച്ചാ എനിക്കും വേണം ചുരിദാർ. നീ പോടി അവിടുന്ന്. നശിച്ച വഴക്ക്. ഇതിന് വട്ടാമേ, മുഴുത്ത വട്ട്. അവിടെ ഒരു ചുരിദാറും ബ്ലൗസും. നീ ഒരു ബ്ലൗസ് വാങ്ങിച്ചാ ഞാൻ രണ്ട് ചുരിദാർ. പോടി എനിക്ക് നിങ്ങക്ക് കാണിച്ചു തരോടി ഞാൻ. രണ്ടുപേരും ബ്ലൗസും ചുടിദാറും ഇട്ട് കെട്ടി ചമന്ന് നടക്ക്. കടക്കാരന്റെ മുമ്പ് നാണം കെടുമ്പോ ഞാനും കണ്ടിട്ടുണ്ട് ഒരു വഴി. ഒടുക്കം ഒരു കോടി വസ്ത്രം കൂടെ വാങ്ങിച്ചോ എന്റെ ജഡത്തിൽ മൂടാൻ. നിങ്ങളുടെ പൂതി അങ്ങോട്ട് തീരട്ടെ. ദാ എത്ര കാശാ? എന്താ അമ്മ ഇത്? രൂപ കൊണ്ടായി കളിക്കുന്നേ? അമ്മായിക്കും ഇത്ര കഥയില്ലാതായോ? എന്താ പണത്തിനിപ്പോ ഒരു വിലയും ഇല്ലണ്ടായോ? ചവിട്ടി തേക്കാനുള്ളതല്ല ഇത്, ലക്ഷ്മിയാ, സാക്ഷാൽ മഹാലക്ഷ്മി. അതും അറിയില്ലെങ്കിൽ വലിയ കഷ്ടം എന്റെ അമ്മായി. ഉള്ള കാശുകൊണ്ട് കടം വീട്ടാൻ നോക്കാതെ ഇവരുടെ താളത്തിന് തുള്ളാൻ നിക്ക. ഒന്നും വിചാരിക്കരുത്, ഇതൊന്നും ഈശ്വരൻ പൊറുക്കില്ല. കേട്ടോ അമ്മേ, വയറ് നിറച്ച് കേട്ടോ. ഈ പണം ഇവര് തന്നെയല്ലേ? അതിന്റെ ഈ അധികാരം കാണിക്കല്. ഇപ്പൊ തൃപ്തിയായല്ലോ. ഇങ്ങനെ ഇരിക്കും ആരാന്റെ കൈ നേർന്ന് വാങ്ങിച്ച. നന്ദിനി മോളെ,
ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നുമല്ല പറഞ്ഞത്. എനിക്ക് കേൾക്കണ്ട നിങ്ങളുടെ വർത്താനം. കാശൊക്കെ കൊടുത്ത് എന്റെ അമ്മ സോപ്പിടുന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് പിഴക്കണമല്ലോ തന്തയ്ക്ക് മോക്കും. നാവില് വെക്കാൻ കൊള്ളാത്ത ചോറും കറിയും ആർക്ക് വേണോ ഇത്? ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. മനുഷ്യന് വായിൽ വെക്കാൻ പറ്റാത്ത കുറെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കാം. കാണുന്നുണ്ടോ ഇന്നിവിടെ ആരെങ്കിലും എന്തെങ്കിലും കഴിക്കുന്നത്? ഒരു ചോറ്. എന്തോ നീ എന്താ ഈ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞതാ നല്ലത് വായിക്ക് രുചിയുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കണോന്ന്. എന്നിട്ട് ഉണ്ടാക്കി വെച്ചത് കണ്ടില്ലേ? ഒരു ചോറും കറിയും. എനിക്കിഷ്ടമല്ലാത്ത ആരും ഒന്നും കഴിക്കണ്ട. എടി അവിടെ വെക്കാനാ പറഞ്ഞത്. ഇല്ല. നിന്നോട് ഞാൻ പറഞ്ഞത് അവിടെ വെക്കാൻ. എടീ, നിന്നോടാ പറഞ്ഞത് മിണ്ടായിരിക്കാൻ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ആരാന്റെ തിണ്ണമിറങ്ങി ഓരോന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ അത് നശിപ്പിക്കാൻ വന്നിരിക്കാ നീ. നിന്നെ ഞാനിന്ന് കൊല്ലുവടി ഞാൻ. നിന്നെ ഞാൻ പട്ടിണി കിട്ടി കൊല്ലുവടി. എടീ, ഇപ്പൊ ഇച്ചിരി കൂടെ എവിടെയെങ്കിലും പോയി. ഇന്ദുവിനെ കുറിച്ചുള്ള കണ്ണീരും സ്വപ്നങ്ങളും ശ്രീദേവിയമ്മയ്ക്ക് ബാക്കി. സ്വന്തം ജീവിതം ഇവർക്കെല്ലാം വേണ്ടി മറന്നുപോകുന്ന വേണിയുടെ അവസ്ഥ. പ്രശ്നങ്ങൾ അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ശ്രീദേവി അമ്മയുടെ ഇളയ മകൾ നന്ദിനി തന്നെ കൊണ്ടാവുന്നതിലും അപ്പുറം ആ കുടുംബത്തിന് വേദനകളുടെ മുറിപ്പാടുകൾ കരിയാത്ത വ്രണം പോലെ സമ്മാനിക്കുന്നു. ആരുടെ കൂടെ നീ ബൈക്ക് വന്നിറങ്ങിയത്? ആരാ അയാള്? എന്താ അയാളുമായുള്ള ബന്ധം? നന്ദിനി, എന്താ നാവെറിഞ്ഞോടി നിനക്ക്? പറ, ഏതാ ചെറുപ്പക്കാരൻ? എന്താ നിങ്ങൾ തമ്മില്? ഞങ്ങള് തമ്മിലോ? അതിനാരാ അങ്ങനെ ഒരാള്? ഓരോരോ ചോദ്യങ്ങളെ. ആരാ അയാള്? എന്താ ബന്ധം? ഏഷണി കൂട്ടാൻ വേറെ ഒരു വിഷയവും കിട്ടിയില്ലേ? നിനക്ക് നിന്റെ അമ്മ എന്തും പറഞ്ഞു പറ്റിക്കാം. അവരൊരു പാവാ. പുറം ലോകം എന്താന്ന് അറിഞ്ഞൂടാ. പക്ഷെ ആ വക കളിപ്പിക്കലൊന്നും എന്റെ അടുത്ത് വേണ്ട. എല്ലാം ഞാൻ നേരിട്ട് കണ്ടതാ. കണ്ടെങ്കി കണക്കായിപ്പോയി. കൂടെ പഠിക്കുന്ന ആളിന്റെ ഒപ്പം ബൈക്കിൽ വന്നിറങ്ങിയ എന്താ ആകാശം ഇടിഞ്ഞു വീഴൂ? ഇക്കണക്കിന് ആൺകുട്ടികളുടെ ഒപ്പം ഒരേ കോളേജിൽ പഠിക്കുന്നാണ്ട അതിന് നിങ്ങൾ കുറ്റം കാണുമല്ലോ. ദേ, കോളേജിലെ കഥകളൊന്നും നീ എന്നോട് പറയണ്ട. ഞാനും അതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ വന്നത്. എങ്കിൽ പിന്നെ അവിടെ മിണ്ടാതിരുന്നാ മതി. കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ വരികയും പോവുകയും ചെയ്യും. എന്താ ഓർഡർ ചെയ്യണ്ടേ? എന്താന്ന് വെച്ചാ നന്ദിനിയുടെ ഇഷ്ടം. ഹലോ. ആ, ഞാൻ നിന്റെ കോള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. നന്ദിനി, ജസ്റ്റ് മിനിറ്റ്. എടാ, ഈ ഗൗരീശങ്കർ വിചാരിച്ച നടക്കാത്ത കാര്യമുണ്ടോ? ആ, ശരിക്കും കുരുങ്ങിയിരിക്കുക. സംഗതി ഓക്കേ. അച്ഛാ, ഇവിടേക്കുള്ള ലാസ്റ്റ് ബസിന്റെ സമയം കഴിഞ്ഞു. നന്ദിനിയെ കാണുന്നില്ലല്ലോ. അമ്മായി പാവം ആദ്യ പിടിച്ചു കിടക്ക. ഈ സമയത്തിന് എവിടെയാ പോയി തിരയുക? ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ എനിക്ക്. അവള് ടൂറ് പോകുന്ന എന്നാന്നല്ലെന്ന് പറഞ്ഞിരുന്നു അച്ഛാ. ഏയ്, അതിപ്പോഴൊന്നും അല്ല. എങ്കിൽ പിന്നെ ഡ്രസ്സും സാധനങ്ങളും കൊണ്ടുപോണ്ടേ? എനിക്കിപ്പോ അതൊന്നുമല്ല പേടി. കാലത്ത് പണവുമായിട്ട് പോയതാ, അതും പെണ്ണൊരുത്തി ഒറ്റയ്ക്ക്. അല്ല മോളെ, ഇനി അനന്തനെങ്ങാനും വഴി വെച്ച്. ഇല്ലച്ചാ,
എനിക്കിപ്പോ അവനെയല്ല സംശയം. പിന്നെ അവൾക്ക് ഇപ്പൊ കറങ്ങി നടക്കാൻ ഒരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്. കൂട്ടുകാരനോ? അതെങ്ങനെ മോക്ക് മനസ്സിലായി? അത് ഞാനൊരു ദിവസം ഫോൺ ചെയ്യാൻ പോയപ്പോഴാണ് അവരെ കണ്ടത്. തൽക്കാലം ആരെ അറിയിക്കണ്ടെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അമ്മായി ഇതറിഞ്ഞാൽ ആകെ പ്രശ്നാവില്ല അച്ഛാ. ഞാനവൾ ഒരുപാട് ശാസിക്കുപദേശിക്കൊക്കെ ചെയ്തു. അവൻ ആരാ? എവിടുത്തുകാരനാ? വല്ല രൂപമുണ്ടോ നിനക്ക്? അറിഞ്ഞൂടാ, അന്ന് ഒറ്റ നോക്ക് കണ്ടതല്ലേ ഉള്ളൂ. ഛേ, അന്നേ നീ ഇത് സൂചിപ്പിച്ചിരുന്നെങ്കിൽ അപ്പ നിർത്തായിരുന്നു അവളുടെ കറക്കം. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അടുത്ത വഴി ഉടനെ ആലോചിക്കണം. ഛേ, ഇന്നാണെങ്കിൽ ആ ഹരീന്ദ്രൻ മാഷിനെ ഇങ്ങോട്ട് കണ്ടുമില്ല. നമുക്ക് മാഷിന്റെ വീട് വരെ ഒന്ന് പോയാലോ? ഈ രാത്രി ഇപ്പോ മാഷെ അന്വേഷിച്ച് പോവാന്ന് പറയുമ്പോ ഓപ്പോ ഒന്നുകൂടെ ആദ്യാവും. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അച്ഛാ. എങ്ങനെയെങ്കിലും നന്ദിനി കണ്ടുപിടിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ പോലീസിൽ വിവരം കൊടുക്കണം. എനിക്ക് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. മോള് പേടിക്കാതിരിക്കെ. ചിലപ്പോ അവളിനി വല്ല കൂട്ടുകാരുടെ അടുത്തേക്കും പോയതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അവൾ പറയാതെ പോവോ? ഇല്ല, ഇതെന്തോ അവൾക്ക് സംഭവിച്ചിട്ടുണ്ട്.